എനിക്കൊക്കെ അഭിമാനമല്ലേ പാലക്കാട്. നമ്മൾ വെളിയിലൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ ചെല്ലുമ്പോഴത്തേനും എത്രയോ വലിയ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും അയ്യോ ബ്രില്യൻ്റ് ചാലി ബ്രില്യൻ്റ് എന്ന് ഞാൻ പറയാം. അതൊരു ഭയങ്കര സംഭവമാണ്. എന്നാൽ 2000 കാലഘട്ടത്തിലെത്തിയപ്പോഴേക്കും പത്രമാധ്യമങ്ങളിലും മാഗസിനുകളും പോലുള്ള അച്ചടി മാധ്യമങ്ങളിൽ ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിനെ കുറിച്ചുള്ള ലേഖനങ്ങൾ വരാൻ തുടങ്ങി. മുത്തോലി എന്ന ആ കൊച്ചു ഗ്രാമത്തെ, ഇവിടുത്തെ ഗ്രാമവാസികൾ പറയുന്നത് പോലെ മുത്തോലി എന്ന ആ കാട് പിടിച്ച ഗ്രാമത്തെ പിന്നീട് ബ്രില്യൻ്റ് എന്ന സ്ഥാപനം പൂർണ്ണതോതിൽ മാറ്റി. മുത്തോലിയുടെ വികസനത്തിന്റെ വഴികൾ പിന്നീട് ബ്രില്യൻ്റ് സൃഷ്ടിക്കുകയാണ്. ബ്രില്യൻ്റിൽ പരിശീലിച്ച കുട്ടികളാണ് കേരളത്തിലെ 13 ജില്ലകളിലും ഇത്തവണ ഒന്നാമതെത്തിയിരിക്കുന്നത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് പ്രവേശന പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ ആദ്യ 15 റാങ്കും സ്വന്തമാക്കി പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിൽ ആദ്യം എത്തുന്ന സ്ഥലപ്പേരാണ് പാല. വർഷം 1984. കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ പുതിയ താളുകൾ എഴുതി ചേർക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടക്കം കുറിച്ചു. ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല. ഏറെക്കുറെ തകരാറുകൾ സംഭവിച്ച ഈ ചെറിയ പഴയ കെട്ടിടത്തിൽ നിന്നാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ എന്ന സ്ഥാപനം രൂപം കൊള്ളുന്നത്. സെബാസ്റ്റ്യൻ ജി മാത്യു, സ്റ്റീഫൻ ജോസഫ്, ജോർജ് തോമസ്, സന്തോഷ് കുമാർ, ആദരണീയരായ ഈ 4 വ്യക്തികളുടെയും കൃത്യമായ തീരുമാനമാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ എന്ന സ്ഥാപനത്തിന് ഇത്രമാത്രം വിജയത്തിലേക്ക് എത്തിച്ചത്. ഇടുങ്ങിയ വരാന്തകളും ചെറിയ ക്ലാസ് മുറികളുമായി വിരലിലെണ്ണാവുന്ന അധ്യാപകരെയും കൂട്ടി ബ്രില്യൻ സ്റ്റഡി സെന്റർ വിദ്യാർത്ഥികളെ ആദ്യ നാളുകളിൽ ഈ ക്യാമ്പസിൽ നിന്നുകൊണ്ട് സ്വാഗതം ചെയ്തു. പിന്നീട് കേരളം സാക്ഷിയായ വിദ്യാഭ്യാസ ഭൂപടത്തിൽ വിലമതിക്കാനാവാത്തത്ര സ്ഥാനം കൈപ്പറ്റിയ ബ്രില്യൻ്റിൻ്റെ വളർച്ച അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ട്യൂഷൻ സെൻ്ററായി സ്ഥാപിതമായ ബ്രില്യൻ്റിൻ്റെ ആദ്യത്തെ ഈ ക്യാമ്പസിൽ ആദ്യമുണ്ടായിരുന്നത് 50 വിദ്യാർത്ഥികളായിരുന്നു. പിന്നീട് അങ്ങോട്ട് ബ്രില്യൻ്റിനെ അന്വേഷിച്ച് 100 കണക്കിന് വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങി. അതേ തുടർന്ന് നമ്മുടെ 4 അധികാരികളും കൂടി ഒരു തീരുമാനമെടുക്കുന്നു. വിദ്യാർത്ഥികളുടെ നല്ല ഭാവിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഉദ്യമം അത് കുറേ കൂടി വിപുലമാക്കും. ആ തീരുമാനം പിന്നീട് അങ്ങോട്ട് ബ്രില്യൻ്റിൻ്റെ വളർച്ചയെ നാൾക്കുനാൾ വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. നമുക്ക് കാണാം ഈ ഒരു കെട്ടിടത്തിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു കെട്ടിടം കൂടി തൊട്ട് അടുത്ത് ഏകദേശം 100 കണക്കിന് വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ സാധിക്കും വിധമായിരുന്നു ഈ കെട്ടിടം. ഇനി നമ്മൾ കാണുന്നത് ബ്രില്യൻ്റ് ഈ ക്യാമ്പസ് വിട്ട് അരുണാപുരത്തെ ക്യാമ്പസിലേക്ക് മാറുകയാണ്. നല്ല ഭാവി നെയ്തെടുക്കുക, തൻ്റെ സ്വപ്നങ്ങൾ സാധ്യമാക്കുക എന്ന ലക്ഷ്യവുമായി ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല എന്ന ക്യാമ്പസിനെ ആശ്രയിച്ചെത്തിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബ്രില്യൻ്റ് അരുണാപുരത്തൊരുക്കിയ ക്യാമ്പസ് അച്ഛനുമമ്മയുമെന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടു സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുൻപിൽ ഈറനണിഞ്ഞ നിഴകളോടെ കാരുണ്യമെന്ന് 1984 ആരംഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അന്ന് വളരെ പരിമിതമായ സാഹചര്യത്തിൽ ആരംഭിച്ചു. 50-ൽ താഴെ കുട്ടികൾ മാത്രമുള്ള വിരലിലെണ്ണാവുന്ന അധ്യാപകർ മാത്രത്തിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് നമ്മൾ 2 കാമ്പസുകൾ കൂടി കടന്ന് എത്തിച്ചേർന്ന കാമ്പസാണ് ഈ അരുണാപുരം കാമ്പസ്. ആദ്യത്തെ നമ്മുടെ കാമ്പസിൽ നിന്ന് നമ്മൾ സിഗ്മ കോളേജ് കെട്ടിടത്തിലേക്ക് വന്നു. അത് നമ്മൾ റെൻറ്റിനെടുത്തിട്ട്
അവിടേക്ക് വന്നു. അവിടെ നിന്ന് പിന്നെ സയൻസ് അക്കാഡമി ബിൽഡിങ്ങിലേക്ക്, സെൻറ്റ് തോമസ് കോളേജിന് എതിർവശത്തുള്ള ഇട്ടിയവരാ സാറിൻ്റെ സയൻസ് അക്കാഡമി ബിൽഡിങ്ങിലേക്ക് വന്നു. ഇവിടെയൊക്കെ വരുമ്പോഴും നമ്മുടെ റിസൾട്ടുകൾ നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നമ്മൾക്ക് കൂടുതൽ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കൂടുതൽ കുട്ടികൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് സ്ഥലമില്ലാത്തതാണ്. അപ്പം നമുക്ക് നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തെ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. പ്രതിസന്ധി ഘട്ടം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് ഞാൻ പറഞ്ഞത് നമ്മൾക്ക് അറിയാം, നമ്മുടെ ആദ്യത്തെ ബാച്ച് മുതൽ നമുക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു. നമുക്ക് വരുന്ന കുട്ടികളെ നമുക്ക് എടുക്കാൻ സാധിക്കാതെ വരും. അപ്പം നമ്മൾ സയൻസ് അക്കാഡമിയിൽ എത്തിയിട്ടും നമുക്ക് അഡ്മിഷൻ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസരത്തിലാണ് ഇനി എന്ത് എന്നൊരു ചിന്ത ബ്രില്യൻറ്റിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ മുമ്പിൽ വന്നത്. അങ്ങനെയാണ് ഈ സിറ്റി കൊട്ടാരം ക്യാമ്പസിലേക്ക് 1995 ഈ ക്യാമ്പസിൽ നമ്മൾ എത്തിയതിന് ശേഷമാണ് കൂടുതൽ കുട്ടികൾക്ക് നമുക്ക് അഡ്മിഷൻ കൊടുക്കാനായിട്ട് പറ്റി. നമുക്ക് ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്തി നമുക്ക് പിള്ളേരെ എടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. ആ ഒരു സ്ഥിതി ആയപ്പോഴാണ് നമ്മളൊരു പുതിയൊരു കെട്ടിടത്തിൻ്റെ ആവശ്യകത നമുക്ക് വന്നത്. ആ എൻട്രൻസ് ടെസ്റ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ പിന്നീട് കുട്ടികളെ എടുക്കാനായിട്ട് തുടങ്ങിയത്. ക്രമാനുഗതമായിട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ബ്രില്യൻറ്റിൻ്റെ ഒരു ബൂസ്റ്റ് ഉണ്ടാകുന്നത്. ഒരു ബ്രില്യൻറ്റിൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ റിസൾട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്കൊരു ബൂസ്റ്റ് കിട്ടിയത് ഈ അരുണാപുരം സിറ്റി കൊട്ടാരം ക്യാമ്പസിൽ വന്നതിന് ശേഷം. നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് റാങ്ക്, ഇന്നോയ്ക്ക് ആദ്യത്തെ ഫസ്റ്റ് റാങ്ക് കിട്ടിയത് ഈ ക്യാമ്പസ്. അന്ന് നമുക്ക് ഈ ക്യാമ്പസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ക്യാമ്പസിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് വളരാൻ തുടങ്ങിയത്. അപ്പം പിന്നെയും നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ബ്രില്യൻറ്റിൻ്റെ ഡയറക്ടേഴ്സിന് ആ വിഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പുതിയ ക്യാമ്പസുകളിലേക്ക് നമ്മുടെ യാത്ര തുടങ്ങിയത്. അതിനുശേഷം നമുക്കിനി അടുത്ത ക്യാമ്പസിലേക്ക്, നമ്മുടെ പുതിയ ക്യാമ്പസിലേക്ക് പോകുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതാണ് ബ്രില്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറാൻ കിട്ടിയ ഏറ്റവും വലിയൊരു അടിസ്ഥാന ശിലയായിരുന്നു ഈ അരുണാപുരം ക്യാമ്പസ് എന്നത് നമുക്ക് ഏവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. 2002 പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ആദ്യമായി ഒരു വാഹനം സ്വന്തമാക്കുന്നത്. അത് ക്വാളിസാണ്. ഒരു വണ്ടിയിൽ നിന്നും തുടങ്ങി ഇന്നിപ്പോൾ 75 വണ്ടിയിൽ എത്തി നിൽക്കുന്നത് നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഒരു പ്രവാഹം കൊണ്ട് തന്നെയാണ്. ഏറ്റവും നല്ല രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ ഡയറക്ടേഴ്സ് എല്ലാ മേഖലകളിലുള്ള സ്റ്റാഫിനോടും അവർ പെരുമാറുന്നത്. ഏതൊരു ആപൽഘട്ടത്തിലും അവർ നമ്മളെ സഹായിക്കാനുണ്ട്. ആ ഒരു ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവരിലേക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. നമുക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. ഇപ്പോൾ വളർച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡയറക്ടർമാരുടെ പ്രയത്നം കൊണ്ടാണ് നമ്മുടെ ഈ ബ്രില്യൻ്റ് ഇന്ന് ഇതിൽ എത്തി നിൽക്കുന്നത്. ഞാൻ വന്ന് ജോലിക്ക് ചേർന്ന സമയത്ത് ഇത്രയധികം ഈ പ്രസ്ഥാനം വളരുമെന്ന് വിചാരിച്ചിരുന്നില്ല. സാധാരണ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്ന പോലെ തന്നെ അവിടെ നമ്മൾ ജോലി ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് നാനാ ജില്ലകളിലേക്കും ഇത് വ്യാപിച്ച് നിൽക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കും. ആ വളർച്ചയിൽ ഞങ്ങളും എപ്പോഴും ഒപ്പമുണ്ടാകും. നമസ്കാരം, ഞാൻ നിങ്ങളുടെ ചാലി പാല എന്ന് പറഞ്ഞാൽ പാലായുടെ ചാലി പാല. എന്നാൽ പാലായെക്കുറിച്ച് അവകാശപ്പെടാൻ ഇന്നും വലിയ മറ്റൊരു സംഭവമുണ്ട്. ബ്രില്യൻറ്റ് 38 വർഷങ്ങൾക്ക് മുമ്പ് 4 ചെറുപ്പക്കാർ കൂടി സംഘടിപ്പിച്ച ഈ ഒരു സ്ഥാപനം, ഈ 4 പേരെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. സവാഷി സാറിനെയും ജോറി സാറിനെയും സ്റ്റീഫൻ സാറിനെയും സന്തോഷ് സാറിനെയൊക്കെ വളരെ അടുത്ത് എനിക്കറിയാം. ഇത്രയും മഹത്തായ ഒരു സ്ഥാപനം ഇന്ത്യയിലില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഇത്രയും അച്ചടക്കവും ഇത്രയും ചിട്ടയും ഡിസിപ്ലിനും ഇവിടുത്തെ അധ്യാപകരും എനിക്ക് അഭിമാനമാണ്, പാലായ്ക്ക് അഭിമാനം. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, അഡ്മിഷൻ കിട്ടണമെങ്കിൽ പഠിക്കണം, പഠിക്കാതെ കിട്ടത്തില്ല. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച ഇന്ന് ഇന്ത്യയുടെ ഒരു വളർച്ചയായിട്ട് ഞാൻ കാണുന്നു. എനിക്കൊക്കെ അഭിമാനമല്ലേ പാലക്കാരനോട്. വെളിയിലൊക്കെ ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ ചെല്ലുമ്പോഴത്തേനും എത്രയോ വലിയ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും അയ്യോ ബ്രില്യൻറ്റിൻ്റെ ചാലി ബ്രില്യൻ്റ്. ഞാൻ പറയാം അതൊരു ഭയങ്കര സംഭവമാണ്. ബ്രില്യൻറ്റിനോട് എനിക്ക് എപ്പോഴും നന്ദിയും കടപ്പാടും അഭിമാനവും അഹങ്കാരമാണ് പാലായുടെ. എൻ്റെ അഭിമാനം, എൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് ബ്രില്യൻറ്റ്. ഈ വിദ്യാലയം ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നതോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടുന്ന് പോകുന്നത്. ഈ ബ്രില്യൻറ്റിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ്. എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല പഠിക്കാൻ. എന്തായാലും ഇതൊരു വലിയ സംഭവമാണ്. ഇവിടെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടികളും, ഓരോ വിദ്യാർത്ഥികൾക്കും, വിദ്യാർത്ഥിനികൾക്കും ഇതൊരു മഹത് അനുഭവമായിരിക്കും. ഇവിടുത്തെ ടീച്ചിങ്, ഇവിടുത്തെ ക്ലാസ്, ഇവരുടെ എല്ലാം ഭയങ്കര ഇതുപോലെ ഒരു സ്ഥാപനം വേറെ ടാലിയാനോ പറയാനോ ഇല്ല.
ഉപമിക്കാനില്ല മക്കളെ, ഇല്ല. ഏകദേശം 50 വിദ്യാർത്ഥികളുമായി തുടങ്ങിയ ബ്രില്യൻറ്റിൻ്റെ ആദ്യത്തെ ക്യാമ്പസിലേക്ക് 100 കണക്കിന് വിദ്യാർത്ഥികൾ അന്വേഷിച്ചെത്തിയപ്പോൾ ബ്രില്യൻ്റ് അധികാരികൾ അതിനെ ഈ ഒരു കൊട്ടാരം ക്യാമ്പസിലേക്ക് മാറ്റി സ്ഥാപിച്ചു. കാരണം ഏകദേശം 1000-ലധികം വിദ്യാർത്ഥികളാണ് ആ വർഷങ്ങളിൽ ബ്രില്യൻ്റ് എന്ന സ്ഥാപനത്തെ അന്വേഷിച്ചത്. പിന്നീട് 10,000 കണക്കിന് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ബ്രില്യൻ്റ് എന്ന സ്ഥാപനത്തെ അന്വേഷിച്ചെത്തി, ആശ്രയിച്ചെത്തിയപ്പോൾ ബ്രില്യൻ്റ് പിന്നെയും വിപുലമാകും. മുത്തോലി എന്ന ആ കൊച്ചു ഗ്രാമത്തെ, ഇവിടുത്തെ ഗ്രാമവാസികൾ പറയുന്നത് പോലെ മുത്തോലി എന്ന ആ കാട് പിടിച്ച ഗ്രാമത്തെ പിന്നീട് ബ്രില്യൻ്റ് എന്ന സ്ഥാപനം പൂർണ്ണതോതിൽ മാറ്റി. മുത്തോലിയുടെ വികസനത്തിൻ്റെ വഴികൾ പിന്നീട് ബ്രില്യൻ്റ് സൃഷ്ടിക്കുകയാണ്. മുത്തോലി മൊത്തം കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ്. ബ്രില്യൻ്റ് വന്നതോടുകൂടി പ്രദേശം മൊത്തം നന്നായിട്ടുണ്ട്. പേരൻസിനും പിള്ളേർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥാപനമാണ്. ബ്രില്യൻ്റ് ഞങ്ങളുടെ പുലിയന്നൂർക്കാരുടെ, മുത്തോലിക്കാരുടെ, പാലാക്കാരുടെ, കേരളത്തിൻ്റെ അഭിമാനമാണ്. കാരണം പുലിയന്നൂർ, മുത്തോലി പോലെ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളുടെ മുഖച്ഛായ മാറ്റിയ ഒരു ഇന്ത്യയുടെ ഭൂപടത്തിൽ സ്ഥാനം പിടിക്കാൻ സഹായിച്ചൊരു സ്ഥാപനമാണ് ബ്രില്യൻ്റ്. ബ്രില്യൻറ്റിൻ്റെ വരവോടുകൂടി ഈ മുത്തോലി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരിക്കുന്ന ഒരു മാറ്റം ശരിക്കും നമ്മളതിനെ വളരെ 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 നമുക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത തരത്തിലുള്ള മാറ്റം വന്നിരിക്കുന്നത്. ശരിക്കും ഒരു വളരെ സാധാരണക്കാരായ ആൾക്കാർ ഇവിടെ ജീവിച്ചിരുന്ന ഒരു ചെറിയ സ്ഥലമായിരുന്നു. വെറും കൃഷി ചെയ്തും പശുവിനെ വളർത്തിയും മറ്റു കാര്യങ്ങളും അങ്ങനെ ജീവിച്ചിരുന്ന ചെറിയ സ്ഥലമായിരുന്നു നമ്മുടെ മുത്തോലി ഗ്രാമം. ഗ്രാമത്തിന് എല്ലാ ഭംഗികളോടും കൂടി ജീവിച്ചൊരു സ്ഥലം. പക്ഷേ ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടൗൺഷിപ്പ്, നമ്മുടെ ഈ ഗ്രാമത്തിൻ്റെ ഒരു ആകാശക്കാഴ്ച എടുക്കുകയാണെങ്കിൽ ഒരു ടൗൺഷിപ്പിൻ്റെ എല്ലാ രൂപത്തിലുള്ള സ്ഥലമാണിത്. അപ്പം നിരവധിയായ കെട്ടിടങ്ങൾ എന്നാൽ ഗ്രാമത്തിൻ്റെ എല്ലാ ഭംഗിയും നിലനിർത്തിക്കൊണ്ട് തന്നെ മരങ്ങളൊന്നും മുറിച്ച് കളയാതെ അങ്ങനെ എല്ലാ ഭംഗിയോടും കൂടി തന്നെ ഇവിടെ കെട്ടിടങ്ങളെല്ലാം രൂപപ്പെട്ടിരിക്കും. 3 നില, 4 നില, 5 നില, 6 നില കെട്ടിടങ്ങൾ ഇതിൻ്റെ ചുറ്റുഭാഗത്ത് മുഴുവനുണ്ട്. ഈ ബ്രില്യൻ്റെ വരവോടുകൂടി ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ഒരു വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാരുടെ ജീവിത നിലവാരം വളരെയധികം മാറ്റമുണ്ട്. നമുക്ക് ബ്രില്യൻ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് മുത്തോലിക്കവല. അതല്ലെങ്കിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ കൊടുങ്ങൂർക്ക് പോകാനുള്ള ഒരു ജംഗ്ഷൻ എന്നല്ലാതെ ഈ മുത്തോലിക്കവലയ്ക്ക് വേറെ വലിയ പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ അതേ സമയത്ത് ബ്രില്യൻ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് പ്രസ്ഥാനങ്ങളായി, അവർക്കെല്ലാം നല്ല ഒരുപാട് പിള്ളേരിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ കച്ചവടം കിട്ടാൻ തുടങ്ങി. നല്ല രീതിയിൽ ആ ഒരു ബിസിനസ് നടന്നു. ഒരുപാട് പേർക്ക് അവിടെ ജോലിയായി. പിന്നെ അതിൻ്റെ ഹോസ്റ്റലുള്ളത് കൊണ്ട് ഒരുപാട് പേർക്ക് അങ്ങനെ ഉപജീവനമായി. ഈ പാല എറൗണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും, അതായത് ഒരു വണ്ടികൾക്ക് ഓട്ടമായി, ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടമായി എന്ന് വേണ്ട, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് വേണേൽ പറയാം. എല്ലാത്തിനും ബ്രില്യൻ്റ് വന്നതുകൊണ്ട് നല്ലൊരു മെച്ചമേ ഉണ്ടായിട്ടുണ്ട്. ബ്രില്യൻ്റ് എന്നുള്ള പ്രസ്ഥാനം ഉണ്ടായതിന് പേര് ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണക്കാരെല്ലാം തന്നെ മെച്ചപ്പെട്ടു. ഈ മുത്തോലി പഞ്ചായത്തുള്ള ഒരു 1200 പേരെങ്കിലും കുറഞ്ഞത് ഈ ബ്രില്യൻ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഞങ്ങൾക്ക് ഈ നാട്ടിലുള്ളവർക്ക് തന്നെ അതായത് ഈ അനുബന്ധ മേഖല എന്ന് പറയുമ്പോൾ ഒരു 12,000-3000 പേർക്കെങ്കിലും വേറെ തൊഴിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ലാതെ ഈ ബ്രില്യൻ്റ് വന്നുകൊണ്ട് ഒരു വ്യവസായ മേഖലയായിട്ട് ഇത് മാറി, ബ്രില്യൻ്റിൻ്റെ ആ കെയർ ഓഫിൽ മാറി എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ആദ്യമേ ബ്രില്യൻ്റ് സ്റ്റഡി സെൻ്റർ തുടങ്ങിയത് നമ്മുടെ അൽഫോൺസ് കോളേജിൻ്റെ ഭാഗം ഒരു ഷട്ടറിനകത്താണ്. മുത്തോലി വന്നപ്പം മുത്തോലിലെ നിവാസികൾക്കും മുത്തോലിലുള്ള ആന്ധ്രാപ്രദേശുള്ള ആൾക്കും പാലായിലുള്ള പ്രദേശർക്കും അതുകൊണ്ട് വളരെ നേട്ടങ്ങളുണ്ട്. അതിപ്പം കേരളത്തിൽ ഒന്നാകെ പടർന്ന് പന്തലിച്ചിരിക്കുന്നു. ബ്രില്യൻ്റിൽ വെറുതെ കുട്ടികൾക്ക് ഒരു ട്യൂഷൻ കൊടുക്കുകയോ ഒരു എൻട്രൻസിന് മാത്രം ട്രെയിനിങ് കൊടുക്കുകയോ ചെയ്യുന്ന സ്ഥലമല്ല. ബ്രില്യൻ്റ് നമ്മുടെ നാടിൻ്റെ ഭാവി പൗരന്മാരെ സൃഷ്ടിക്കുന്ന സ്ഥാപനമാണ്. എൻ്റെ അറിവ് വെച്ചാണ് കേരളത്തിലെ ഒത്തിരി സ്ഥലത്തു നിന്ന് ഒത്തിരി പാവങ്ങളെ ബ്രില്യൻ്റ് സഹായിച്ചിട്ടുണ്ട്. ഹോസ്റ്റലുകൾ, ഹോട്ടലുകൾ, തുണിക്കച്ചവടക്കാർ, ചെരുപ്പ് കടക്കാർ, കിടക്ക കച്ചവടക്കാർ, സാമ്പത്തികമായി ഉന്നമനം സൃഷ്ടിക്കുന്ന ഗ്രാമങ്ങളുടെ എണ്ണത്തിൽ പുലിയന്നൂർ സ്ഥാനം പിടിക്കുന്നെങ്കിൽ അതിന് ഒരേ ഒരു കാരണം ബ്രില്യൻ്റ് മാത്രമാണ്. ഏതാണ്ട് 5000 കോടിയിൽ പരം രൂപ ഒരു വർഷം ബ്രില്യൻ്റ് മൂലം ഈ കുഞ്ഞ് ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻ്റെ ഡയറക്ടേഴ്സിനോട് അതിൻ്റെ ബാക്കി സ്റ്റാഫിനോട് എല്ലാവരോടും നമ്മൾ ശരിക്കും കടപ്പെട്ടെന്ന് പറയാം. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന സാധാരണക്കാരായ ഒത്തിരി മാതാപിതാക്കളുണ്ടല്ലോ. ഈ മാതാപിതാക്കളൊക്കെ ഇവിടെ വന്നിട്ട് ബ്രില്യൻ്റിനെക്കുറിച്ച് പുറമേ ആൾക്കാർ പറയുന്ന ഒരു ഫീഡ്ബാക്ക് നമ്മളോട് പറയുമ്പോൾ നമുക്കതൊരു വളരെ അഭിമാനം തോന്നും. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ കോച്ചിങ് സ്ഥാപനം എന്നുള്ള രീതിയിൽ ഇത് വളരണമെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും മുക്കിനും മൂലയിലുള്ള സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമുണ്ടാകണമെങ്കിൽ അത് അത്രമാത്രം റിസൾട്ട് നമുക്കിവിടെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയൊരു ഗുണം. പുലിയന്നൂർ എന്താണെന്ന് ആൾക്കാർ അറിയുന്നതിനും
പാല എന്താണെന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള കുട്ടികളും രക്ഷിതാക്കളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അറിയുന്നതിനും ബ്രില്യൻ്റ് ഒരു മൂല കാരണമാണ്. എവിടെ പോയി കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ നാസയിലോ IIT-യിലോ ലോകത്തിൻ്റെ മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലോ എവിടെ പോയി കഴിഞ്ഞാലും ബ്രില്യൻറ്റിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉണ്ടാവും. അതുകൊണ്ട് ലോകഭൂപടത്തിൽ പുലിൻ്റെ സ്ഥാനം ബ്രില്യൻ്റാണ് പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ട് ബ്രില്യൻ്റിനോട് അത്തരം കാര്യത്തിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് നന്ദി പറയുന്നു. ഈ സ്ഥാപനം വളരെ ഭംഗിയായിട്ട് പോകട്ടെ ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയും വളരെയധികം സന്തോഷത്തോടെ സ്നേഹത്തോടെ മനസ്സറിഞ്ഞ് പറയുകയാണ് ഈ സ്ഥാപനം വളരെ ഭംഗിയായിട്ട് പോകണം. ഇനിയും ഉയരങ്ങളിലേക്ക് ഈ സ്ഥാപനം വളരെ ഭംഗിയായിട്ട് പോകണം എന്നുള്ള ഒരാഗ്രഹം ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അതിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ഡയറക്ടേഴ്സിൻ്റെയും ഇവിടുത്തെ നടത്തിപ്പുകളുടെയും എല്ലാവരുടെ ഭാഗത്തുണ്ടാവണം എന്നൊരാഗ്രഹമാണ് അത്രയും കാര്യം ഞങ്ങൾക്കുള്ളത്. ആയിരക്കണക്കിന് നിന്ന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ അന്വേഷിച്ചെത്തുമ്പോഴേക്കും മുത്തോലിയുടെ മണ്ണിൽ ഞങ്ങൾ വേരുറയ്ക്കുകയായിരുന്നു. പിന്നീട് ഹോസ്റ്റലുകളായി, നിരവധി സ്ഥാപനങ്ങളായി, വിദ്യാർത്ഥികൾക്ക് വേണ്ട നിരവധി പ്രസ്ഥാനങ്ങളായി, അതിലൂടെ മറ്റൊരു ഉപജീവന മാർഗം കണ്ടെത്തിയവരുടെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. 1984 കാലഘട്ടങ്ങൾ, മാധ്യമങ്ങൾ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താത്ത ആ സമയത്ത് വിദ്യാർത്ഥികളുടെ വിജയങ്ങൾ വിദ്യാർത്ഥി സമൂഹം പരസ്പരം പറഞ്ഞുള്ള അറിവുകളിലൂടെയും അവരുടെ ഗുരുക്കന്മാരും ബന്ധുമിത്രാദികളിലൂടെയും എത്തിയ വിജയമാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്താൻ ഇടയാക്കിയത്. എന്നാൽ 2000 കാലഘട്ടത്തിലെത്തിയപ്പോഴേക്കും പത്രമാധ്യമങ്ങളിലും മാഗസിനുകളും പോലുള്ള അച്ചടി മാധ്യമങ്ങളിൽ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനെ കുറിച്ചുള്ള ലേഖനങ്ങൾ വരാൻ തുടങ്ങി. നിരവധിയായ വിജയങ്ങൾ അന്നു മുതൽ മാധ്യമങ്ങൾ ഏറ്റെടുത്തു തുടങ്ങി. മാധ്യമ ശ്രദ്ധ കൂടി എത്തിയതോടുകൂടി ഈ ക്യാമ്പസുകളിലേക്ക് 10,000-ങ്ങളാണ് ഒഴുകിയെത്തിയത്. അവരുടെ ആശ്രയവും അഭയവും ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ആയപ്പോൾ കേരളത്തിൻ്റെ മറ്റു ജില്ലകളിലേക്ക് കൂടി ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ വേരുകൾ വ്യാപിക്കാൻ തുടങ്ങി. 14 ജില്ലകളിലേക്കും ഇവിടെ നിന്നും ഞങ്ങളുടെ അധ്യാപകർ യാത്രയായി തുടങ്ങി, വിദ്യാർത്ഥികളുടെ വിജയങ്ങൾക്ക് നേർസാക്ഷിയാകുവാൻ. ഒരു കാലത്ത് സമ്പന്നർക്ക് മാത്രം പ്രാപ്യമായിരുന്ന എൻട്രൻസ് മേഖല സാധാരണക്കാരിലേക്കും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലൂടെ എത്തിയപ്പോൾ ലോങ് ടൈം ബാച്ചുകളാണ് ആദ്യം ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം +2 ശേഷമുള്ള ഒരു മുഴുനീള പ്രോഗ്രാമിലൂടെ എൻട്രൻസ് കോച്ചിങ് കേരളത്തിന് പരിചയപ്പെടുത്തി. എന്നാൽ അടിസ്ഥാന വിദ്യാഭ്യാസം +1 +2 തിയറി ക്ലാസ്സുകളിലൂടെയാണ് കുട്ടികൾക്ക് ലഭ്യമാകുന്നതെന്നുള്ള തിരിച്ചറിവിൽ +1 +2 റെസിഡൻഷ്യൽ പ്രോഗ്രാം ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ അവതരിപ്പിച്ചു. ഏത് ക്ലാസ് മുതൽ എൻട്രൻസ് കോച്ചിങ് ആരംഭിക്കണം എന്നുള്ളതിൻ്റെ ഉത്തരമായി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ എൻട്രൻസ് പരിചയപ്പെടുത്തിക്കൊണ്ട് ഫൗണ്ടേഷൻ പ്രോഗ്രാമുകളും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ബാനറിൽ അണിനിരന്നു. 2021 കാലഘട്ടം എത്തിയപ്പോഴേക്കും കോവിഡ് മഹാമാരിയിൽ ലോകമെമ്പാടും വിദ്യാഭ്യാസ സമ്പ്രദായം ആടി ഉലഞ്ഞപ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ഓഗ്മെൻ്റ് റിയാലിറ്റിയും ആനിമേഷനും ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളോടുകൂടി ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ എൻട്രൻസ് കോച്ചിങ് വിദ്യാഭ്യാസ രംഗത്ത് ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. അങ്ങനെ പടിപടിയായുള്ള വളർച്ചയിലൂടെയാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ വിജയത്തിന് കേരള ജനത സാക്ഷ്യം വഹിച്ചത്. 2021 ആകുമ്പോഴേക്കും മുത്തോലിയുടെ മണ്ണിൽ തന്നെ ഞങ്ങൾ മറ്റൊരു മഹാസൗധം പടുത്തുയർത്തി, D ബ്ലോക്ക്. മുൻകാലങ്ങളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപക്ഷെ സുപരിചിതമായിരിക്കുകയില്ല ഞങ്ങളുടെ ഏറ്റവും പുതിയ D ബ്ലോക്ക്. 2021-22 അധ്യയന വർഷം എത്തിയപ്പോഴേക്കും മുത്തോലിയുടെ മണ്ണിൽ തന്നെ ഞങ്ങളുടെ വളർച്ചയുടെ അടുത്ത പടവുകളിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി കുട്ടികൾക്ക് ഏറ്റവും അധികം സൗകര്യപ്രദമായി എല്ലാ എൻട്രൻസ് മേഖലയിലെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഞങ്ങളുടെ ഏറ്റവും പുതിയ D ബ്ലോക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 38 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1984-ൽ 50-ൽ താഴെ മാത്രം വിദ്യാർത്ഥികളും നാമമാത്രമായ സ്റ്റാഫുകളുമായി ആരംഭിച്ച ഈ പ്രസ്ഥാനം ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഇന്ന് 2022-ൽ എത്തി നിൽക്കുമ്പോൾ എൻട്രൻസിൻ്റെ മേഖലയിൽ താരതമ്യപ്പെടുത്താനാവാത്ത രീതിയിൽ കേരളത്തിൽ വളർന്നു പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ അധ്യയന വർഷവും 10,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഇവിടെ പ്രവേശന പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നു.
അതുപോലെ നിരവധി വിദ്യാർത്ഥികൾ അവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ച് ഇവിടെ നിന്നും കടന്നുപോയിരിക്കുന്നു. ആ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് ഇനി വരുന്ന തലമുറകൾക്ക് കൂടി പ്രചോദനമാകുവാൻ, പ്രതീക്ഷയാകുവാൻ, വിജയകിരണങ്ങളാകുവാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്ററിൻ്റെ കാൽവെപ്പുകൾ വീണ്ടും ഉണ്ടായിരിക്കും. ഇക്കഴിഞ്ഞ 38 വർഷമായി കേരള ജനതയുടെ മനസ്സിലെ ഈ സ്വീകാര്യത ഇത് വിദ്യാർത്ഥികൾ നേടിത്തന്നു തന്നെയാണ്. ഇനിയും തുടർന്നുള്ള വർഷങ്ങളിൽ ഈ വിജയം തുടരുകയും ചെയ്യും. നിരവധി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതീക്ഷയായി ബ്രില്യൻറ്റ് എക്കാലവും നിലകൊള്ളുകയും ചെയ്യും. കോട്ടയം ജില്ലയിലെ ചെറിയ പട്ടണമായ പാലായിൽ 1984 വെറും 50 വിദ്യാർത്ഥികളുമായി തുടക്കം കുറിച്ച ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ ഇന്ന് വളർന്നു പന്തലിച്ചിരിക്കുന്നത് കേരളത്തിലെ 14 ജില്ലകളിലേക്കും അതോടൊപ്പം തന്നെ 10,000-ലധികം വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുമാണ്. വെറും 50 വിദ്യാർത്ഥികളിൽ നിന്നും 10,000-ലധികം വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇത്രമാത്രം സ്വീകാര്യത നേടണമെങ്കിൽ അതിന് പിന്നിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: റിസൾട്ട്. 38 വർഷക്കാലമായി പ്രവേശന പരീക്ഷാ രംഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ റിസൾട്ട്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുടെ ഏറ്റവും വലിയ ആശ്രയ കേന്ദ്രമാണ് ഇപ്പോൾ ഇത്. 1984 4 പാലാക്കാർ ചേർന്നാണ് ഇത്തരം ഒരു സ്ഥാപനം തുടങ്ങിയത്. അന്ന് ഇത് വെറും ഒരു ട്യൂഷൻ സെൻ്ററായിരുന്നു. പിന്നീടാണ് ഇത്ര കണ്ട് വികസിച്ച ഒരു സ്ഥാപനമായി ഇത് മാറിയത്. ബ്രില്യന്റിൽ പരിശീലിച്ച കുട്ടികളാണ് കേരളത്തിലെ 13 ജില്ലകളിലും ഇത്തവണ ഒന്നാമതെത്തിയിരിക്കുന്നത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് പ്രവേശന പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചപ്പോൾ ആദ്യ 15 റാങ്കും സ്വന്തമാക്കി പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിൽ ആദ്യം എത്തുന്ന സ്ഥലപ്പേരാണ് പാല. കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി വിദ്യാർത്ഥികളാണ് പരിശീലനത്തിനായി പാലായിൽ എത്തുന്നത്. കഴിഞ്ഞ 38 വർഷത്തിനിടെ ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെ നിന്നും പഠിച്ചിറങ്ങി ജോലി നേടിയത്. വിവിധ പ്രവേശന പരീക്ഷകളിൽ വിജയികളാകുന്നവരിൽ 70% അധികം പേരും പാലാ ബ്രില്യൻസിലെ വിദ്യാർത്ഥികളാണ്. നീറ്റ് പരീക്ഷയിലും പാലാ ബ്രില്യന്റിന്റെ വിജയക്കുതിപ്പ്. കേരളത്തിലെ ആദ്യ 10 റാങ്കുകളിൽ 8ഉം ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് നേടിയത്. നിരവധി വിദ്യാർത്ഥികളാണ് ബ്രില്യന്റിലെ കോച്ചിങ്ങിലൂടെ രാജ്യത്തെ പ്രസ്റ്റീജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ആ വിജയം തുടർന്നുകൊണ്ടേയിരിക്കും.